ഇന്ന് പരസ്യം ചെയ്തിട്ടുണ്ട്. എന്താ പറയുന്നത്? ഇവിടുത്തെ ന്യൂനപക്ഷം ഞങ്ങളില്ലായിരുന്നെങ്കിൽ 2ാം ക്ലാസ് പൗരന്മാരാകുമായിരുന്നു എന്ന് ഈ കണ്ണൂർക്കാരോടാണ് പറയുന്നത്. ഞങ്ങളില്ലെങ്കിൽ നിങ്ങളെ 2ാം ക്ലാസ് പൗരന്മാരാകുമായിരുന്നു എന്ന് കുറുക്കം പറയാണ് കൂട്ടിലുള്ള കോഴിയോട്. ഞാനിവിടെ ഇല്ലെങ്കിൽ എന്റെ സ്ഥിതി എന്താവും ആലോചിച്ചിട്ട് എനിക്ക് നിൽക്കാൻ വയ്യ. അതുപോലെ അതിലെ അവര് പറയുന്നത് ഇന്ന് ഞാൻ കണ്ട ഏറ്റവും വലിയ തമാശ, ഇന്ത്യയിലെ ന്യൂനപക്ഷം ഞങ്ങളില്ലെങ്കിൽ 2ാം ക്ലാസ് പൗരന്മാരാകുമായിരുന്നു എന്നാ പരസ്യം ചെയ്തിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ എല്ലാവരെയും, ഒരു ന്യൂനപക്ഷമല്ല എല്ലാവരെയും ചേർത്ത് നിർത്തി കൊണ്ടുപോയി അവർക്ക് പ്രത്യേക സ്കീമുകള്, പദ്ധതികള്, അവരിൽ നിന്ന് ആളുകളെ വലിയ വലിയ സ്ഥാനത്തൊക്കെ കൊടുന്ന് ഇന്ത്യയുടെ മതേതരത്വം കൂട്ടിപ്പിടിച്ച് പോയ എല്ലാവരും ഒരുപോലെ കണ്ട ആ കോൺഗ്രസിനെ പറ്റൂല. ഞങ്ങള് ആണ് ഇവിടെ ഞങ്ങളെ സൗജന്യത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്ന തരത്തിലാ പരസ്യം. വല്ലാത്തൊരു വർത്താനായി പോയി. അത് ആരോടാ പറയുന്നത്? കേരളത്തിലെ ആൾക്കാരോട്. കേരളത്തിൽ തന്നെ ആകെ അവരിഞ്ഞിപ്പോ ബാക്കിയുള്ളൂ. ഇപ്പൊ ഹയാത്തിലുള്ളത് കേരളത്തിൽ മാത്രമാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അത് UDF തൂത്തുവാരിയ പിന്നെ കേരളത്തിലും ഇല്ലാത്തവരാണ് പറയുന്നത് ഞങ്ങളെ സൗജന്യത്തിലാണ്, ഞങ്ങള് 2ാം ക്ലാസ് പൗരന്മാരായി മാറുമായിരുന്നു ഞങ്ങളില്ലായിരുന്നെങ്കിലേ. പറയുമ്പോ കേട്ടാ ചിരിക്കണ വർത്തമാനം പറയരുത് എന്നേ എനിക്ക് അവരോട് പറയാനുള്ളൂ. ഒരു കോമൺ സെൻസ് ഉള്ള കാര്യങ്ങൾ പറയണം എന്നേ പറയാനുള്ളൂ. ഞങ്ങളില്ലെങ്കിൽ ഇവിടെയുള്ള ന്യൂനപക്ഷം 2ാം തരം പൗരന്മാരാവുന്നതാണ്. ഇവിടുത്തെ ന്യൂനപക്ഷം 2ാം തരം പൗരന്മാരാവുന്നു എന്ന് പറയാൻ ഇവരാരാണ് എന്നാണ് എനിക്ക് ചോദിക്കുന്നത്. കളവരെ കൊണ്ടുവരുന്നവർ എന്ത് അധികാരമുള്ളത്? അതിനാത്രം വലിപ്പം വർക്കുണ്ടോ? ഇന്ത്യയിലെ ന്യൂനപക്ഷത്തെ സംരക്ഷിക്കല് പോയിട്ട് എന്റെ അഭിപ്രായത്തില് ഇന്ത്യ രാജ്യത്ത് അവർക്ക് അവരുടെ പാർട്ടിയെ സംരക്ഷിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ത്രിപുരയിലും ബംഗാളിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും ഒക്കെ അവരുടെ പാർട്ടി കോൺഗ്രസിന്റെയും DMK-യുടെയും ഒക്കെ സൗജന്യത്തിലാണ്. അപ്പോഴാ പറയുന്നത് കേരളത്തിൽ പരസ്യം ചെയ്തിരിക്കുകയാണ്. എന്താ പരസ്യം? ന്യൂനപക്ഷം 2ാം തരം പൗരന്മാരായി പോവും. ആരാ പറഞ്ഞത് അവരോട്? ഇവിടെ ന്യൂനപക്ഷം അങ്ങനെ ഒരു ചിന്ത വേണ്ട, നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നൽ വേണ്ട. 1ാം തരം പൗരന്മാര് തന്നെയാണ്, നിങ്ങളുടെ സൗജന്യത്തിലല്ല. ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു ന്യൂനപക്ഷം തുല്യപരിഗണനയോടുകൂടി 1ാം തരം പൗരന്മാരുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളത്. അതുകൊണ്ട് 2ാം തരം പൗരന്മാരായി പോവും ഞങ്ങളില്ലെങ്കിൽ എന്നുള്ള അത്തരം വർത്തമാനങ്ങൾ ശരിയല്ല, അത്തരം പരസ്യങ്ങളും ശരിയല്ല. അതിലൊന്നുള്ള കഴിവും അതിനകത്തരം നിങ്ങളില്ല. കേരളത്തിന്റെ അതിലുള്ള പശ്ചിമഘട്ടം കടന്ന നിങ്ങളെ മഷിട്ട് നോക്കിയാൽ കാണൂല, എന്നിട്ടല്ലേ നിങ്ങൾ സംരക്ഷിക്കല്. അപ്പൊ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അതിന് കഴിയില്ല. അവർക്ക് അതിനുള്ള വലുപ്പമില്ല. അതിനുള്ള വലുപ്പം ഇന്ന് ഇന്ത്യ മുന്നണിക്കേ ഉള്ളൂ. ഇന്ത്യ മുന്നണി നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അധികാരത്തിൽ വന്നാൽ മാത്രമേ നമുക്കിവിടെ മതേതര സ്വഭാവത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയൂ.